ഹലോ, അസ്സാം വലൈക്കും. സ്വിങ് ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് ഒരു ഡോർമാറ്റാണ്. ചുരിദാറിൽ നിന്നിട്ടും ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയാണ്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ആയിട്ട് ഇടും. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പോർഷൻ ചുരിദാറിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ടുള്ള ഓപ്പണിന് താഴ്ഭാഗത്തായിട്ടുള്ള പോർഷൻസാണ് ഈ കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിതിന് പ്രത്യേകിച്ച് മെഷർമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷർമെൻറ്റ്സും കാര്യങ്ങളും എടുക്കാവുന്നതാണ്. ഈ പോർഷൻസ് നമുക്ക് ഈ ഡോർമാറ്റിൻ്റെ താഴത്തെ പോർഷൻസാണ്. ഈ രണ്ട് പീസസും ഡോർമാറ്റിൻ്റെ താഴത്തെ പോർഷൻസാണ്. ഈ ദുപ്പട്ടയാണ് നമുക്ക് പ്രിൽസായിട്ട് അല്ലെങ്കിൽ ഞെറിയായിട്ട് ഇടാനുള്ളത്. ഈ ദുപ്പട്ടയാണ്. അത് നമുക്കിതുപോലെ ചെറിയ പീസസായിട്ട് നമ്മളുടെ ഭാഗത്തിന് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ എല്ലാത്തിൻ്റെയും എഡ്ജ് ഭാഗം നമുക്കിതുപോലെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഞെറിയിടാനായിട്ട് എളുപ്പമായിരിക്കും. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞെറിയിടാവുന്നതാണ്. നമ്മൾ ഓൾറെഡി ഞെറിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതും ഏറ്റവും എളുപ്പം. ഡോർമാറ്റുമ്പോൾ തന്നെ ഞെറിയിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാടായിരിക്കും. ഇതുപോലെ ഞാൻ എല്ലാ പീസസും ഞെറിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഡോർമാറ്റിലേക്ക് അറ്റാച്ച് ചെയ്യാം. ആ പോർഷനിലേക്ക് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. അതിൻ്റെ എൻഡ് ഭാഗത്തുനിന്ന് ഒരു 1 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്ററോ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമുക്ക് ഈ ഞെറികൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. സ്ക്വയർ പീസസിൻ്റെ എൻഡ് പോർഷനിലെത്തുമ്പോൾ നമ്മൾ ആ ഗ്യാപ്പ് ഇടാനായിട്ട് മറക്കരുത്. കാരണം നമുക്ക് അതിൻ്റെ ബാക്ക് പോർഷനിലേക്ക് മറ്റ് സ്ക്വയർ പീസസും കൂടി ആഡ് ചെയ്യാനുള്ളതാണ്. സെൻറ്റർ ഭാഗത്തെത്തുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പീസസ് വയ്ക്കരുത്. പരമാവധി ഈ ലേസ് തന്നെ ഈ ഞെറിഞ്ഞെടുത്തിട്ടുള്ള ഭാഗം തന്നെ നമുക്ക് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതൊരു ഫ്ലവർ ഷേപ്പിലായിട്ട് വരും. ഇപ്പോൾ നമ്മുടെ ഡോർമാറ്റിലെ ഞെറികളെല്ലാം ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് പോർഷനായിട്ട് ചെയ്താലുള്ളത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സ്ക്വയർ പീസസിൻ്റെ ബാലൻസ് ഇതിൻ്റെ ബാക്ക് പോർഷനിൽ 2 സൈഡിലേക്കായിട്ട് മറിച്ച് സ്റ്റിച്ച് ചെയ്യാം. 2 എൻഡ് പോർഷനിലേക്കായിട്ട് മറിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് മറിച്ച് കഴിഞ്ഞിട്ട് മറ്റേ പോർഷൻസ് സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഡോർമാറ്റ് വിട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതിലേക്കും ബൈ.